ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇത് രോഗകാരണമോ? നമുക്കൊന്ന് പരിശോധിക്കാം. നാം ഇപ്പം നടന്നു പോകുന്നു, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നു, അല്ലെങ്കിൽ സിറ്റിയിൽ നമ്മൾ നടന്നു പോകുമ്പം എന്തെല്ലാം ബാക്ടീരിയകളും വൈറസുമാണ് നമ്മളെ പിടിപെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുന്നത് എന്തോരം ബാക്ടീരിയാസ് അല്ലെങ്കിൽ വൈറസുകളാണ് നമ്മൾ ശ്വസിക്കുന്നത്. പക്ഷേ നമ്മളാരും രോഗികളാകുന്നില്ലല്ലോ. ഇപ്പോൾ ബാക്ടീരിയയും വൈറസും ആണോ രോഗകാരണം? ഇപ്പോൾ ചിക്കൻ ബോക്സ് ഉള്ള വീട്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ എപ്പിഡമിക് വന്ന ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുന്നു, നടക്കുന്നു. അപ്പം അവിടെ എല്ലാവർക്കും ചിക്കൻ ബോക്സ് വരാറില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും ഇൻഫ്ലുവൻസ വരാറില്ല. എന്തുകൊണ്ടാണ്? അവിടെ ബാക്ടീരിയയും വൈറസും രോഗകാരണമാണെങ്കിൽ അതിലെ പോകുന്ന എല്ലാവർക്കും ആ രോഗം ഉണ്ടാകണം. അപ്പം നമ്മുടെ ബാക്ടീരിയയും വൈറസും അല്ല യഥാർത്ഥത്തിൽ രോഗകാരണം. അതിന് മുമ്പേ തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ഇമ്മ്യൂണിറ്റി നഷ്ടം, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറവാണ് കാരണമെന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമുക്ക് വൈറ്റൽ ഫോഴ്സ് എന്ന് പറയാം, ഇമ്മ്യൂണിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ ജീവശക്തി എന്ന് പറയാം. ഇതിൻ്റെ ഏറ്റക്കുറച്ചുകൾ, ഇതിൻ്റെ കുറവാണ് യഥാർത്ഥത്തിൽ ആദ്യമേ സംഭവിക്കുന്നത്. അങ്ങനെ നമ്മളുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഈ ബാക്ടീരിയയ്ക്കും വൈറസും നമ്മൾ പ്രതിപ്രവർത്തിക്കുവാൻ സാധിക്കത്തുള്ളൂ. അപ്പം ബാക്ടീരിയ വൈറസ് വരുന്നതിന് മുമ്പ് തന്നെ, പിടിപെടുന്നതിന് മുമ്പ് തന്നെ നാം രോഗിയാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന രോഗാണുക്കൾക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നുള്ളൂ. ഇവിടെയാണ് ഹോമിയോപ്പതിയുടെ പ്രസക്തി. ഈ ജീവശക്തിയെ, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ വൈറ്റൽ ഫോഴ്സിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് മരുന്നുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മരുന്നുകൾ എടുത്ത് സ്ട്രെങ്തൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഒരു ബാക്ടീരിയയ്ക്കും ഒരു വൈറസിനും വ്യക്തികളിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഹോമിയോപ്പതി മെഡിസിൻ കാലേകൂട്ടി കഴിച്ച് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കി വെക്കുക.